ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ജനാധിപത്യപരമായിരുന്നില്ലെന്ന് സംവിധായകൻ വിനയൻ. തന്റെ നോമിനേഷൻ പിന്താങ്ങിയ ചെറുപ്പക്കാരന് പോലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ആരോപണം. ഇനിയും ഞങ്ങൾ തന്നെ അധികാരത്തിലെത്തും എന്ന ഭീഷണിയോടെയായിരുന്നു മറുഭാഗത്തിന്റെ വോട്ട് പിടുത്തമെന്നും വിനയൻ FB പോസ്റ്റിൽ പ്രതികരിച്ചു. സെക്രട്ടറി സ്ഥാനത്ത് ലിസ്റ്റിൻ സ്റ്റീഫനായിരുന്നു വിനയന്റെ എതിരാളി. സഫ്വാൻ കാളികാവ് വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, എന്താണ് വിനയന്റെ പ്രതികരണം? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൂടുതൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടോ? സൈഫുദ്ദീൻ, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച വിനയൻ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും ജനാധിപത്യപരമായിരുന്നില്ലെന്ന് വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. തന്റെ നോമിനേഷൻ പിന്താങ്ങിയ ചെറുപ്പക്കാരന്റെ പേര് പറയുന്നില്ല, ചെറുപ്പക്കാരന് പോലും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇനിയും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന ഭീഷണിയോടെയായിരുന്നു മറുവിഭാഗം, അതായത് സാന്ദ്ര തോമസ് ഒക്കെ പ്രബല വിഭാഗം എന്ന് ആരോപിച്ചവർ വോട്ട് പിടിക്കാൻ എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്റെ ഒപ്പം നിന്ന ഒരാൾ നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞ് മറുകണ്ഠം ചാടിയ അവസ്ഥ വരെ ഉണ്ടായി എന്നും വിനയൻ പറയുന്നു. പുതുതായി വരുന്നവരെ സംഘടന തീരെ ഉൾക്കൊള്ളുന്നെന്ന വിമർശനവും വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നുണ്ട്. ഒരു പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ സംഘടനക്ക് അന്ന് 500 മെമ്പർമാരുണ്ടായിരുന്നു. അതെങ്ങനെ 300-ൽ താഴെയായി എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ എതിരായിട്ടായിരുന്നു വിനയൻ മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ B രാഗേഷിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരുന്നത്. സാന്ദ്ര തോമസ് മത്സരരംഗത്തേക്ക് വന്നതോടെയായിരുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് ഇത്ര രീതിയിൽ വലിയ ചർച്ചയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.